കണ്ണൂർ വെടിവെപ്പിൻചാലിൽ 3.5 വയസ്സുകാരന് അങ്കണവാടിയിൽ വീണ് പരുക്ക്. തലയിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിക്ക് ടീച്ചർ മതിയായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. വിവരം മാതാപിതാക്കളെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പിതാവ് ധനേഷ് 24നോട് പറഞ്ഞു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ധനേഷിന്റെ 3.5 വയസ്സുകാരനായ മകനാണ് ഇന്നലെ ദുരനുഭവമുണ്ടായത്. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ കുട്ടീനെ കൊണ്ട് മുറിവ് നോക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു. അല്ലെങ്കിൽ ഇവർ കാര്യം ചെയ്യണം, ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിളിച്ചു പറയാം. ഒന്നും വേണം, ഇവർ പറ്റാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമ്മൾ ഇന്ന് വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. നമ്മളവിടെ ചെന്ന് ചെയ്യും. ഇവർ നമ്മൾ ഒരു വായ്ക്ക് പോലും പറയാതെ അവിടെ ചെന്നപ്പോൾ ഇവർ പറയാണ് കുട്ടി ചെറുതായിട്ട് വീണിട്ടുണ്ട്, നമ്മൾ മരുന്ന് വെച്ചിട്ട് പേടിക്കാനൊന്നുമില്ല. പരുക്കു പറ്റിയ വിവരം മാതാപിതാക്കളെ കൃത്യസമയത്ത് അറിയിച്ചില്ലെന്നും മതിയായ ചികിത്സ നൽകിയില്ലെന്നുമാണ് ആരോപണം. പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് അറിയുന്നത്. തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പരിയാരം മെഡിക്കൽ കോളേജ് CT സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് കുട്ടിക്ക് ഇന്റർനൽ ബ്ലീഡിംഗ് ആയിട്ടുണ്ട് ഉള്ളിലേക്ക്, നമുക്കൊന്നും ചെയ്യാൻ പറ്റും, നിങ്ങൾ നേരെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരണമെന്ന് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് രാത്രി 2 മണിക്ക് അവർ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് 108 നമ്മൾ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പം നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളും രാവിലെ അപ്പം ബ്ലഡും കാര്യം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര വിറവലാണ്. ഇപ്പോൾ അധികമായിട്ടൊന്നും കഴിക്കാൻ കൊടുക്കണം, ഈ വെള്ളം മാത്രം കൊടുത്താൽ മതി. നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് പറയും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അധ്യാപകർ മരുന്നിനു പകരം മുറിവിൽ ചായപ്പൊടി വെച്ചതായും കുടുംബത്തിന് സംശയമുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കാൻ അധ്യാപകർ തയ്യാറായിട്ടില്ല. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാഹുൽ സുരേഷ് 24 കോഴിക്കോട്.